നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ എല്ലാം പരാതി അവർക്കെല്ലാം ടെൻഷൻ കൂടുന്നു, സ്ട്രെസ് കൂടുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് കുറച്ച് ട്രിക്സുമായിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ സ്ട്രെസ് കുറഞ്ഞിരിക്കും. ഒന്നാമതായിട്ട് ചിന്തിക്കേണ്ട കാര്യം, സ്ട്രെസ് ഇല്ലാത്ത ഒരാളും നീറ്റ് പരീക്ഷയ്ക്ക് വരില്ല. ഒപ്റ്റിമം സ്ട്രെസ്, മാക്സിമം പെർഫോമൻസ്, ഇതാണ് സൈക്കോളജി പറയുന്നത്. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒപ്റ്റിമത്തിലുള്ള സ്ട്രെസ് നിങ്ങളുടെ പെർഫോമൻസിനെ കൂട്ടും, നിങ്ങളുടെ ഫോക്കസിനെ കൂട്ടും. അപ്പോൾ ചെറിയൊരു സ്ട്രെസ് നല്ലതാണ്, നമ്പർ 1. പിന്നെ ആദ്യം എഴുതുന്നത് ബയോളജി ആണെങ്കിൽ ആ ബയോളജിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ചില ആൾക്കാരുടെ പരിപാടി ഇനി ഫിസിക്സ് എങ്ങനെയായിരിക്കും, കെമിസ്ട്രി എങ്ങനെയായിരുന്നു ഒക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചു കൂട്ടുന്ന ആൾക്കാരുണ്ട്. ആ പരിപാടി നിർത്തിയേക്ക്. അതിനെപ്പറ്റി നിങ്ങൾ ഇപ്പം ആലോചിക്കേണ്ട. ഇപ്പം നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മാത്രം ഫോക്കസ് ചെയ്യുക. റെഡിയല്ലേ? അങ്ങനെ ആവുമ്പോൾ നമ്മളുടെ നെഗറ്റീവ് വരാനുള്ള സാധ്യതയും കുറയും. സെറ്റല്ലേ? അപ്പോൾ ഫോക്കസ് കൂടും, നെഗറ്റീവ് മാർക്ക് കുറയും. സെറ്റാണല്ലോ? പിന്നെ ക്വസ്റ്റ്യൻ ടഫാണെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടഫാണെങ്കിൽ ആൾമോസ്റ്റ് എല്ലാവർക്കും ടഫായിരിക്കും. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോയ ആളാണെങ്കിൽ എല്ലാവർക്കും ടഫാകുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ഇമ്പോർട്ടൻസ് ഇല്ല. ബി കൂൾ. ആവശ്യമില്ലാത്ത ചിന്തകളും ടെൻഷനും കൂട്ടിയാലാണ് മാർക്ക് പോവുക. അപ്പൊ ആവശ്യമില്ലാത്ത ചിന്തകളെയും ബാക്കിയുള്ള തോട്ട്സിനെയൊക്കെ മാറ്റുക. ചെയ്യുന്ന ചോദ്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. പിന്നെ ഇതിനൊക്കെ മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. പരീക്ഷയുടെ തലേന്ന് അഡ്മിറ്റ് കാർഡ്, ID, വാട്ടർ ബോട്ടിൽ, ഡ്രസ്സ് എല്ലാം സെറ്റാക്കി വെച്ചേക്കുക. അന്നേരത്തെ ഒരു ടെൻഷന്റെ ആവശ്യം പിന്നെ ഇല്ല, മറക്കരുതേ. അതേപോലെ തന്നെ കറക്റ്റായിട്ട് ഡ്രസ് കോഡ് പാലിക്കുക. കറക്റ്റായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണോ അത് തലേന്ന് നോക്കി വെച്ച് അതിനെപ്പറ്റി വ്യക്തമായ ബോധം ഉണ്ടാവുക. അവിടെ പോയിട്ട് ടെൻഷൻ അടിക്കാൻ നിൽക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് ഒരു 1-2 മണിക്കൂർ മുന്നേ നിങ്ങൾ അവിടെ ചെല്ലുക. ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ എത്തൂല്ല എന്നുള്ള ടെൻഷനില്ല. ആ സ്ഥലവുമായിട്ടൊന്ന് പരിചയപ്പെട്ട് ഇണങ്ങി നിങ്ങൾക്കൊരു ടെൻഷൻ റിലാക്സ് ചെയ്ത മൂഡിലേക്ക് എത്തും. അതേപോലെ പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രാർത്ഥിക്കുക. മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും മെഡിറ്റേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ടെൻഷൻ റിലാക്സ് ചെയ്യാനുള്ള ടെക്നിക്സ് ഒക്കെ ഫോളോ ചെയ്യാം. പിന്നെ സമയത്തിനെ പറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സാമിനേഷന്റെ ഇടക്ക് പറ്റുന്നത്ര വേഗത്തിൽ ചെയ്യണം. അതും ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ, ഡയറക്റ്റായിട്ട് ഉത്തരം കിട്ടുന്ന ലോങ് അല്ലാത്ത ന്യൂമറിക്കൽസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനില്ലാത്ത സകല ചോദ്യങ്ങളെയും എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കുക. ആലോചിച്ച് ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളൊക്കെ 2-3 ഫേസായി ആദ്യ ഫേസിൽ മാറ്റി നിർത്തി രണ്ടാമത്തെ ഫേസിലോ 3ാമത്തെ ഫേസിലോ എഴുതി തീർക്കുക. നീറ്റ് പരീക്ഷയുടെ ടൈം മാനേജ്മെന്റ്, അതേപോലെ നെഗറ്റീവ് മാർക്ക് എങ്ങനെ കുറയ്ക്കാം തുടങ്ങി പരീക്ഷ എങ്ങനെ എഴുതാമെന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ മുന്നേ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വേണ്ട ആൾക്കാർക്ക് ചാനൽ കയറി നോക്കിയാൽ അത് കാണാം. അതേപോലെ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, ആവശ്യമില്ലാത്ത ചിന്തകൾക്കും ആവശ്യമില്ലാത്ത ടെൻഷനുകൾക്കൊന്നും സ്ഥാനമില്ലെന്നും പറ്റുന്നത്ര വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നത്ര ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് മാർക്കില്ലാതെ ചെയ്യാനാണ് വന്നതെന്നും നിങ്ങൾ ആ പണിയിലും ഫോക്കസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. നിങ്ങളെ പരീക്ഷ നിങ്ങൾക്ക് കൂളായിട്ട് എഴുതാം. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു ഓൾ.